ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വാർത്ത ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില കമ്പനികൾ ഉണ്ട്, നമുക്ക് അറിയാത്ത കമ്പനികളായിരിക്കാം. പലപ്പോഴായിട്ടും വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ കമ്പനികൾ നമ്മുടെ മുന്നിലേക്ക് വരാറുള്ളത്. അങ്ങനെ ഈ കമ്പനിയുടെ വില 93 രൂപയാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന വില 93 രൂപയാണ്. ഈ കമ്പനി ഇന്ന് ഏകദേശം 10,91,00,000 രൂപയുടെ ഒരു ഓർഡർ ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു. തൊട്ടു മുന്നേ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ജിൻഡാൽ ഗ്രൂപ്പിന്റെ ഒരു സബ്സിഡിയിൽ നിന്നും ഏകദേശം 6 കോടി രൂപയുടെ ഒരു ഓർഡർ ഈ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കമ്പനി ഉണ്ടാക്കുന്നത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, ഹെവി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും സ്വിച്ച് കേസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത്. ഈ കമ്പനിക്ക് നന്ദ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഭാവ്നഗർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ഇപ്പോൾ 10,91,00,000 രൂപയുടെ ഓർഡർ വന്നിരിക്കുന്നത്. ഏകദേശം 18 വെർട്ടിക്കൽ ടർബൈനുകൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറുകളാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ലിഫ്റ്റിംഗ് പ്രൊജക്റ്റിലേക്കാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. 6 മുതൽ 7 മാസം വരെയാണ് ഇതിൻ്റെ ഓർഡറിൻ്റെ കാലാവധി. അതിനുള്ളിൽ ഇത് തീർത്തു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെലിവറി ചെയ്തതിന് ശേഷം 18 മാസത്തേക്ക് ഇവർ ഇതിന് ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഡിസ്പാച്ച് ചെയ്തതിന് ശേഷം 12 മാസം വരെയും ഇവർക്ക് ഇതിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിലുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കാം അവർ സ്വാഭാവികമായിട്ടും കാണിക്കുന്നത്. ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ JWIL ഇൻഫ്രാ ലിമിറ്റഡ്, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്നും, ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ കമ്പനിയിൽ നിന്നും ഈ കമ്പനിക്ക് 6 വെർട്ടിക്കൽ ടർബൈനുകൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറുകൾ ഈ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർഡർ വാല്യൂ ഏകദേശം 6 കോടി രൂപയാണ്. 36 മാസം കൊണ്ടാണ് ഇതിൻ്റെ 24 മുതൽ 28 ആഴ്ച കൊണ്ടാണ് ഇതിൻ്റെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അവർക്കും ഇതേപോലെ 36 മാസത്തോളം ഇവർ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ പേര് ജ്യോതി ലിമിറ്റഡ് എന്നാണ്. ജ്യോതി ലിമിറ്റഡ് ഇവർ ഹൈഡ്രോളിക് ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാക്കുന്ന, ഡിസൈനും അതിൻ്റെ മാനുഫാക്ചറിങ്ങും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പമ്പുകളും അതുപോലെ തന്നെ EPC പമ്പിംഗ് സിസ്റ്റം ഒക്കെ തന്നെ അതിൻ്റെ കൺസെപ്റ്റ് മുതൽ കമ്മീഷനിങ് വരെ നടത്തുന്ന ഒരു കമ്പനിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ കമ്പനിക്ക് 2 ഡിവിഷനാണ് ഉള്ളത്. അതിലൊന്ന് പ്രൊജക്ട് ഡിവിഷൻ, അതായത് പ്രൊജക്ട് ഡിവിഷനും മറ്റൊന്ന് സ്വിച്ച് ഗിയർ ഡിവിഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ 93 രൂപയിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ 52 വീക്സ് ലോ 67 രൂപ 73 പൈസയായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 42% മുകളിലാണ് ഇപ്പോൾ ഈ ഓഹരി ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 160 കോടി രൂപയാണ്. ഇവരിവിടെ തന്നെ ഒരു കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് അനുസരിച്ചിട്ട് 30.4% പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് ഈ കമ്പനി കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ CAGR കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുക്കുന്ന സമയത്ത് 7 രൂപ 87 പൈസയായിരുന്നു ഇതിൻ്റെ 5 വർഷത്തെ ഏറ്റവും ലോ എന്ന് പറയുന്നത്. അവിടുന്ന് ഏകദേശം 200 രൂപ വരെ പോകേണ്ട, അതിനുശേഷം താഴോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 96 രൂപ 95 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 1100% റിട്ടേൺ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു മൾട്ടി ബാഗറാണെന്നും പറയുന്നില്ല. പക്ഷേ ഓർഡറുകൾ വരുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് മോശമില്ല. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻ അല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു അനാലിസിസ് കൂടി നടത്തിയതിന് ശേഷം മാത്രം സ്റ്റോക്ക്